വേദപുസ്തക ചരിത്രത്തിൽ ഒരവിശ്വാസം പോലും പറയാത്ത ഒരാൾ ബൈബിളിലുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവാണ്. ഒരവിശ്വാസം പോലും കർത്താവ് പറയത്തില്ല. സ്തോത്രം. രാത്രി മുഴുവൻ മീൻ പിടിച്ചൊരു കുഞ്ഞു മീനെ പോലും കിട്ടാതെ പടക് ശൂന്യമായി കിടന്നവൻ്റെ പടകെ കയറി വെച്ച കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിച്ച് നോക്കാം, മീൻ കയറാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞില്ല. വലയിറക്കിക്കോടാ കൊച്ചനെ, നിന്റെ പടക് നിറഞ്ഞോളൂ. മരണ വീട്ടിൽ ചെന്നേച്ച് എന്നാൽ എനിക്ക് നിങ്ങളുടെ ഇടയിൽ വന്ന് ഒരു ആശ്വാസവാക്ക് പറയാൻ കർത്താവ് കൃപ ചെയ്തല്ലോ എന്ന് പറഞ്ഞില്ല. മരിച്ച വീട്ടിൽ ചെന്നേച്ച് പറഞ്ഞു, ആരും കരയണ്ട, കൊച്ചുറക്കമായി ഇപ്പോൾ ഉണർത്തിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു. കണ്ടോ, ഇതുപോലെ പോസിറ്റീവായി പറയുന്ന ഒരു വാക്ക് യേശുവിൻ്റെ ബൈബിളിൽ എവിടെ നിങ്ങൾ പഠിച്ചു നോക്കുക. കർത്താവ് ബൈബിളിൽ എഴുതിയേക്കാം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പം ഇരക്കുന്നത് യഹോവ കണ്ടിട്ടില്ല. കണ്ടോ, കണ്ടോ, വചനത്തിൻ്റെ വെളിപ്പാട് കണ്ടോ. നീ മഹത്വം കാണാൻ പോവുക, ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങാൻ പോവുക യേശുവിൻ്റെ നാമത്തിൽ. നിന്റെ ചുറ്റും ആരെല്ലാം അവിശ്വാസം പറഞ്ഞാലും നീ ചെവിക്കകത്ത് കൈ പൊത്തിപ്പിടിച്ചോ, അതൊന്നും നിന്റെ വാക്കല്ല. യെസ്, കർത്താവ് ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു, കല്ലറയിലെ കല്ല് മാറ്റാൻ പറഞ്ഞു. ഉടനെ മാർത്ത പറയുക, കർത്താവേ മരിച്ചു, നാറ്റം വെച്ചു, 4 ഇതൊന്നും കർത്താവിന് അറിയത്തില്ലെന്നാണ് ഇവിടെ ചിന്ത. നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് അവരെ ഒന്ന് പോസിറ്റീവ് പറയിക്കാൻ ഭയങ്കര പാടാണ്. ഇനി അങ്ങാനം പറഞ്ഞാൽ അവർ പറയും ഇപ്പം ന്യൂജൻ ചർച്ച ആണ്. സ്തോത്രം. നിന്നെ നെഗറ്റീവ് പറയാൻ ഏത് പുസ്തകമാണ് പഠിപ്പിച്ചേ? സാത്താൻ്റെ പുസ്തകം 666 പുസ്തകത്തിലെ 666 നമ്പറിലെ 6-ാം അധ്യായം 6-ാം വാക്യം ആണോ? എൻ്റെ പുസ്തകത്തിലില്ല വാക്യം. അവിശ്വാസമുള്ളവരെ ബൈബിളിൽ വിളിച്ചത് നല്ല പൊന്നുമോനെ നല്ല ദുഷ്ടഹൃദയമുള്ളവനെ എന്നാ. സ്തോത്രമൊക്കെ പോയി. കർത്താവായ യേശു ക്രിസ്തു കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി. എന്തോ ഒരു വീര്യപ്രവർത്തി. പക്ഷേ കർത്താവ് ചെന്നിടത്ത് ഒരിടത്ത് എഴുതി, അവരുടെ അവിശ്വാസം നിമിത്തം അവൻ അവിടെ ഒരു വീര്യപ്രവൃത്തിയും ചെയ്തില്ല. ചില പെന്തിക്കോസുകാർ ചോദിക്കാറുണ്ട്, എന്താ ഞങ്ങളുടെ ഇടയിൽ ഈ അത്ഭുതം നടക്കാത്ത? നീ ലാസറിനെ പോലെ നിന്റെ മുഖം വരെ കെട്ടിവെച്ചേക്കുക, പിന്നെ എന്തോ അത്ഭുതം നടക്കാനാ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ ദൂത. അവിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാർത്തമാരുടെ മുമ്പിൽ അവിശ്വാസം പറയുന്ന മാർത്ത പാർക്കുന്ന വീട്ടിൽ തന്നെ ചെവി പൊത്തിപ്പിടിച്ച് ജീവിക്കുന്ന മറിയെക്കുറിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം കേട്ടോണം. അവൾ എങ്കൽ ദൈവത്തിന് സ്തോത്രം നല്ല അംശമാണ് തിരഞ്ഞെടുത്തത്, ആർക്കും അത്